കടിച്ചമർത്താൻ പറ്റാത്ത വേദന. ഉത്തരം പല്ലുവേദന. വെറ്റില മുറുക്കാൻ ഉപയോഗിക്കുന്ന അക്കം ഏത്? ഉത്തരം 100. കണ്ണ് കാണുന്നവരും കണ്ണ് കാണാത്തവരും ഒരുപോലെ കാണുന്നതെന്ത്? ഉത്തരം സ്വപ്നം. എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലം. ഉത്തരം വൈക്കം. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ്? ഉത്തരം സപ്പോട്ട. ഒരു തോടിൻ്റെ കരയിൽ 5 കിളികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ 4 കിളികൾ പറന്നുപോയി. ഒരു കിളി മാത്രം പറന്നില്ല. എന്തുകൊണ്ട്? അത് ബസ്സിലെ കിളി ആയതുകൊണ്ട്. മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് ഏതാണ്? ഉത്തരം ഷാംപൂ. എഴുതുമ്പോൾ 5 അക്ഷരം, പറയുമ്പോൾ ഒരക്ഷരം. അത് ഏതാണ് അക്ഷരം? ഉത്തരം ക്യൂ. സമയത്തെ മുറിച്ചാൽ എന്തു കിട്ടും? ഉത്തരം ടൈം പീസ്. 4 കാലും 2 കൈയും ഉണ്ടെങ്കിൽ കൂടി നടക്കാനോ പറക്കാനോ പറ്റാത്ത വസ്തു ഏതാണ്? ഉത്തരം കസേര. സ്ത്രീകളെ മാത്രം വിളിക്കാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരമേത്? ഉത്തരം ഡി. ഒന്നും മിണ്ടുകയുമില്ല കുടിക്കുകയുമില്ല. ഒന്ന് കിട്ടിയാലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടൂ. ആരാണ് ഞാൻ? ഉത്തരം ചെണ്ട. പേരിൽ സ്വന്തമായി വീടുള്ള ജീവി. ഉത്തരം ചീവീട്. നീല കളർ സാരി മഞ്ഞ കളർ വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? ഉത്തരം സാരി നനയും. മലയാളത്തിലെ ഒരു അക്ഷരത്തെ നേർപകുതിയാക്കിയാൽ 2 അക്കങ്ങൾ കിട്ടും. അതിൽ ഒരക്കം മറ്റേ അക്കത്തിൻ്റെ പകുതിയാണെങ്കിൽ ആ മലയാള അക്ഷരം ഏതാണ്? ഉത്തരം ഓ. ഒരു കൊതുകും ഉറുമ്പും ക്ലാസ്സിൽ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറുമ്പിനെ കാണാനില്ല. എന്തു പറ്റി? അത് കട്ടുറുമ്പായിരുന്നു. സോ ക്ലാസ് കട്ട് ചെയ്തു. മുടി നരയ്ക്കാതിരിക്കാൻ എന്തു ചെയ്യണം? എപ്പോഴും മൊട്ടയടിക്കണം. മെഡിക്കൽ ഷോപ്പുകാരൻ മകളെ ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം പാരസെറ്റാമോൾ.
കടലിൻ്റെ നടുവിൽ എന്താണ്? ട എന്ന അക്ഷരം. ഇംഗ്ലീഷുകാർക്ക് ആയുധം, മലയാളികൾക്ക് അറിയാത്ത ആൾ. എന്താണത്? ഉത്തരം ആരോ. ആവശ്യമില്ലാത്തപ്പോൾ എടുത്തു വയ്ക്കും, ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും. എന്താണത്? ഉത്തരം വല. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി ഏതാണ്? ഉത്തരം പൊക്കം കുറഞ്ഞവരുടെ ഇടയിൽ നിൽക്കുക. ഏറ്റവും കൂടുതൽ ബഹളമുണ്ടാക്കുന്ന കാറ്റ്. ഉത്തരം ചിലമ്പൊലിക്കാറ്റ്. നിങ്ങളുടെ സ്വന്തം ആണെങ്കിലും മറ്റുള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്താണത്? ഉത്തരം നിങ്ങളുടെ പേര്. ആമയും മുയലും എൻട്രൻസ് പരീക്ഷ എഴുതി. ആമയുടെ മാർക്ക് കുറവാണ്, പക്ഷേ കൂടുതൽ മാർക്ക് കിട്ടിയ മുയലിന് പ്രവേശനം കിട്ടിയില്ല. എന്നാൽ ആമയ്ക്ക് ആ കോഴ്സിന് പ്രവേശനം കിട്ടി. കാരണം എന്തായിരിക്കും? ഉത്തരം പണ്ട് ആമയും മുയലും ഓട്ടമത്സരം വെച്ചപ്പോൾ ആമയാണ് ജയിച്ചത്. സോ ആമയ്ക്ക് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയതാണ്. ഒരു മരം, ആ മരത്തിൻ്റെ പേരും അതിലുണ്ടാകുന്ന കായയുടെ പേരും അത് കഴിച്ചാലുണ്ടാകുന്ന സ്വാദും എല്ലാം ഒരു പേരാണ്. പറയൂ, എന്താണത്? ഉത്തരം പുളി. ഒരു കോഴി ഒരു മാസം 20 മുട്ടയിടും. അങ്ങനെയെങ്കിൽ ഒരു കൊല്ലത്തിൽ എത്ര മുട്ടയിടും? ഉത്തരം കൊല്ലത്തിൽ മുട്ടയിടാറില്ല. ഒരു കൊതുകും ഉറുമ്പും ക്ലാസ്സിൽ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറുമ്പിനെ കാണാനില്ല. എന്തു പറ്റി? ഉത്തരം അത് കട്ടുറുമ്പായിരുന്നു. സോ ക്ലാസ് കട്ട് ചെയ്തു. ഒരാൾ കോഴിമുട്ട ബിസിനസ് തുടങ്ങി. അയാൾ 2 രൂപയ്ക്ക് മുട്ട വാങ്ങി 1 രൂപയ്ക്ക് വിൽക്കും. ഒരു മാസം കൊണ്ട് അയാൾ ലക്ഷപ്രഭുവായി. എങ്ങനെ? ഉത്തരം അയാൾ ആദ്യം കോടീശ്വരനായിരുന്നു. ഒരു അച്ഛൻ കുട്ടിക്ക് 40 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, എന്തെങ്കിലും തിന്നാൻ വാങ്ങിക്കണം, എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിക്കണം, പശുവിന് തിന്നാൻ വാങ്ങിക്കണം, പിന്നെ വിത്ത് നടാനും വാങ്ങിക്കണം. കുട്ടി ഇതിനെല്ലാം കൂടി ഒരു സാധനം വാങ്ങിച്ചു. എന്താണ് ആ സാധനം? ഉത്തരം തണ്ണിമത്തൻ. ഒരു സായിപ്പ് ചായക്കടയിൽ കയറി 44 ബനാന എന്ന് പറഞ്ഞു. ഇത് കേട്ട് ചായക്കടക്കാരൻ 44 പഴം എടുത്തു കൊടുത്തു. അപ്പോൾ സായിപ്പ് ചായക്കടക്കാരൻ്റെ കരണം തടിച്ചു. എന്തുകൊണ്ട്? അയാൾ 4 ചായ 4 പഴം എന്നാണ് പറഞ്ഞത്. ഇല 11 ആകുന്നത് എങ്ങനെയാണ്? ഉത്തരം 11. മരണത്തിന് വരെ കാരണമായേക്കാവുന്ന കടം ഏതാണ്? ഉത്തരം അപകടം.
പേരിൻ്റെ കൂടെ ഇനിഷ്യലുള്ള ജീവി ഏതാണ്? ഉത്തരം ചിമ്പാൻസി. കരയും തോറും ആയുസ് കുറഞ്ഞു വരുന്നത് ആരുടേതാണ്? ഉത്തരം മെഴുകുതിരി. വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു ഏതാണ്? ഉത്തരം നിഴൽ. കുളിക്കാൻ പോയപ്പോൾ സുന്ദരി, കുളിച്ചു കഴിഞ്ഞപ്പോൾ ഗർഭിണി. ഉത്തരം പപ്പടം. എലിയിൽ പ്രവർത്തിപ്പിക്കപ്പെടുന്ന ഒരു യന്ത്രം ഏതാണ്? ഉത്തരം കമ്പ്യൂട്ടർ. അയലത്തെ വീട്ടിലുണ്ട്, മുന്നിലത്തെ വീട്ടിലുണ്ട്, മുകളിലത്തെ വീട്ടിലുണ്ട്, താഴത്തെ വീട്ടിലുണ്ട്, പക്ഷേ സ്വന്തം വീട്ടിലില്ല. എന്താണത്? ഉത്തരം അയൽക്കാർ. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം എന്താണ്? ഉത്തരം നെല്ല്.